നമ്മൾ സാധാരണ ഫാമിലി ആയിട്ടൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിലൊക്കെ ആയിരിക്കും. ഈ ഹോട്ടലിലുള്ള നമ്മുടെ പബ്ലിക് റൂം അല്ലെങ്കിൽ നമ്മുടെ വാഷ്റൂം, ബാത്റൂം, അതുപോലെ പബ്ലിക് ടോയ്ലറ്റുകൾ, ഇവിടെയൊക്കെ നമ്മൾ സ്ത്രീകൾ പോകുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രഹസ്യ ക്യാമറയുടെ കാലമാണ്. പലയിടത്തും രഹസ്യ ക്യാമറകളുണ്ട്. അതായത് ഫ്ലവർ വേസിലുണ്ട്, ഫ്ലവർ പോട്ടിൽ വെച്ചിരിക്കാം, അതുപോലെ സെയിലിങ്സിൽ വെച്ചിരിക്കാം ക്യാമറ, രഹസ്യ ക്യാമറകൾ. അതുപോലെ സെയിലിങ്സിൻ്റെ സ്മോക്കറിൽ ഇതുപോലെ വെച്ചിരിക്കാം. റൂമിനകത്തുള്ള സിക്കകത്ത് ഇതുപോലെ വെച്ചിരിക്കാം ചെറിയ ചെറിയ ക്യാമറകൾ. ബൾബ് ഹോൾഡറിൽ വരെ ക്യാമറകൾ ഫിറ്റ് ചെയ്ത് നമ്മുടെ സ്വകാര്യത ചോർത്തുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഹോട്ടൽ റൂം എടുക്കുവാനും. അപ്പോൾ ഹോട്ടൽ റൂം എടുക്കുമ്പോൾ അവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ ഒളി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമുക്കൊരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാം. നമ്മൾ ഹോട്ടൽ റൂം എടുക്കാൻ കണ്ടില്ലേ, നമ്മൾക്ക് നോക്കുന്ന കണ്ണാടിയിൽ വരെ ചെറിയ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഡിറ്റക്ടിഫൈ ഡിവൈസ് ഡിറ്റക്ടർ എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതൊന്ന് നിങ്ങൾ ഓപ്പണായി വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ എന്നുള്ളത് കാണാൻ പറ്റും. ഏറ്റവും മുകളിലത്തുള്ളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് പെർമിഷൻ ചോദിക്കും. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഡിസ്ക്ലെയിമറും ഒന്ന് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ ഓപ്പണായി. ഈ ക്യാമറ നിങ്ങളുടെ റൂമിൽ, നിങ്ങൾ താമസിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് ടോയ്ലറ്റിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടൊന്ന് കറക്കി ഏതെല്ലാം സ്ഥലത്ത് നിങ്ങൾക്ക് സംശയമുള്ള സ്ഥലത്തൊക്കെ നോക്കുക. എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കും പോലെ പലതരത്തിലുള്ള കളറിൽ ഇതുപോലെ മിംഗ്ലിംഗ് ആവും. ആ മിംഗ്ലിംഗ് ആവുന്ന സ്ഥലത്ത് ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ക്യാമറ ഉണ്ടെന്ന് കാണാൻ പറ്റും. പല രീതിയിൽ ഇതുപോലെ കളർ മാറി മാറി വന്ന് ലൈറ്റ് ഇതുപോലെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള കളർ ലൈറ്റുകൾ കാണുകയാണെങ്കിൽ അവിടെ ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അതെടുത്ത് മാറ്റി അത് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്യാം. വീണ്ടും അത് ബാക്ക് അടിച്ചിട്ട് തിരിച്ച് താഴെ അതിൻ്റെ എവിടെയൊക്കെയാണ് സാധ്യത എന്നുള്ളത്. ഇപ്പം ബെഡ്റൂമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എവിടെയൊക്കെയാണ് സാധ്യത, സ്മോക്ക് ഡിറ്റക്ടർ, നമ്മുടെ സീലിങ്സിൻ്റെ മുകളിൽ സ്മോക്ക് ഡിറ്റക്ടറിനകത്ത് വരാം, എയർ കണ്ടീഷനകത്ത് വരാം, ടെലിവിഷനിൽ വരെ വരാം എന്നാണ് ഈ ആപ്പ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വെളിയിലൊക്കെ പോകുമ്പോൾ, അതായത് പാർട്ടി ഹാളിലൊക്കെ പോകുമ്പോഴും അവിടെയും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ റൂമിനകത്ത് ഇതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ക്യാമറ വെച്ചിട്ട് ഓൺ ആകുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലൈറ്റ് മിങ്കിൾ ചെയ്ത് കാണുകയാണെങ്കിൽ അവിടെ ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുപോലെ രണ്ടാമത് നോക്കുമ്പോൾ ബാത്റൂമിനകത്ത് വാട്ടർ ഹീറ്റർ, അതായത് ചൂടുവെള്ളം എടുക്കുന്ന വാട്ടർ ഹീറ്ററിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മിറർ, നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ അവിടുത്തെ കണ്ണാടിക്കകത്ത് വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സീലിംഗ്, മുകളിൽ നോക്കുക, സീലിങ്ങിൻ്റെ അവിടെയൊക്കെ ചെറിയ ക്യാമറകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ബെഡ്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ ബെഡ്റൂമിനകത്തുള്ള നിങ്ങളുടെ ഡ്രസ്സിങ് റൂമിലൊക്കെ ആണെങ്കിലും അവിടെയും കണ്ണാടിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹാങ്ങർ, നമ്മൾ ഷർട്ടൊക്കെ തൂക്കിയിടുന്ന ഹാങ്ങറിൽ വരെ ഇത് ഫിറ്റ് ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം നിങ്ങൾ താഴെയുള്ള അതിൻ്റെ ഇടയിലുള്ള ഒരു ആപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഈ മാഗ്നറ്റിക് സെൻസർ എന്നുള്ളതാണ്. അതിപ്പം പുതിയ ഇറക്കുന്ന ഫോണിലൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. വേണ്ട, ഏറ്റവും മുകളിലത്തുള്ളത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇൻഫർമേറ്റീവാണ്. എല്ലാ സ്ത്രീകളും ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ ടൂർ പോകുമ്പോൾ ശ്രദ്ധിക്കണം. വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. എങ്കിലേ ഒരു ഊർജ്ജം കിട്ടും പുതിയ വീഡിയോ ഇടാൻ വേണ്ടി. എല്ലാവരും ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തേക്കണം. അതുപോലെ യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലും